ഞങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ പ്രതിസന്ധികളുടെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അടിയുറച്ചു നിന്നിട്ട് പ്രവർത്തിച്ചു എന്ന കാര്യവും ഈ സഹസ്രിക്കുന്ന മുഴുവൻ ആൾക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. രാജൻ കേസ് നടക്കുന്നു. ആ രാജൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരാമ്പ്ര കോടതിയിൽ നിരന്തരമായി അദ്ദേഹത്തെ സമൺ ചെയ്തുകൊണ്ട് വിളിപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വണ്ടിയിൽ മുൻ സീറ്റിൽ ഡോക്ടർ കെ ജി എടിയോടി, പിൻ സീറ്റിൽ ലീഡറോടൊപ്പം ഞാൻ കൃത്യമായിട്ടും ആ പേരാമ്പ്ര കോടതിയിൽ ആ കാലത്ത് പോയത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. പേരാമ്പ്രക്കാരായിട്ടുള്ള സ്നേഹിതന്മാരൊക്കെ ഈ സഹസ്രമുണ്ട്. അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ തമ്മിൽ അവസാനം പിണം കേട്ട സന്ദർഭം ഉണ്ടായി. കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിളിനെ പോലും അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശുപാർശ നടത്തിയിട്ട് അദ്ദേഹം പറയില്ല. അതുപോലെ എന്തെങ്കിലും സാമ്പത്തിക സഹായം അദ്ദേഹത്തെ ഞാൻ വാങ്ങിയെന്താ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചില്ല, അദ്ദേഹം തന്നില്ല. എനിക്ക് ആ പണം ആവശ്യമില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അവസാനം ഞങ്ങൾ രണ്ട് ചേരികളിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തുകൊണ്ടായിരുന്നു അത്? അന്ന് അദ്ദേഹത്തിന്റെ ഇടവും വലയുന്നതുകൊണ്ട് സ്തുതികരം പാടിയ ഒരു കുറേ ആളുകളുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹം പറഞ്ഞു, സൂക്ഷിക്കണം, ഇവർ ഞങ്ങളെ ചതിക്കും. പക്ഷെ അദ്ദേഹം ഗൗരവത്തോടെ അത് ഗൗനിക്കാതെ എന്നോട് ആ കാര്യം ഞാൻ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളവർ ചതിക്കും, ഇവർ വഞ്ചിക്കും എന്ന കാര്യം ഞാൻ തുടരെ പറയട്ടെ. അവസാനം ഒപ്പും ചോറ് തിന്നവർ ആ മഹാനായ മനുഷ്യൻ പുറകിൽ നിന്ന് കുത്തി അദ്ദേഹത്തിന് വീഴ്ത്തുന്ന ശ്രമമാണ് പിന്നീട് കേരളം കണ്ടതെന്ന കാര്യം ചരിത്ര വിദ്യാർത്ഥികൾ കൃത്യമായിട്ടും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട്. ഞാൻ നടത്തിയ പോരാട്ടം മുഖാമുഖമാണ് എന്ന് പറയുന്നത് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ആ ലീഡറുടെ അവസാന നാടുകളിൽ അദ്ദേഹം രോഗഗ്രസ്തരായിട്ട് കിടക്കുന്നു, എഴുന്നേൽക്കാൻ വയ്യ, എന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പല ആളുകളെയും ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് അയക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല. അവസാനം ഇന്ന് ജീവിച്ചിരിക്കുന്ന ശ്രീമാൻ കെ വി തോമസ്, പ്രൊഫസർ കെ വി തോമസ്, ആ കെ വി തോമസിന് എൻ്റെ ഒരു വണ്ടി കൊടുത്തയക്കുന്നു. എനിക്ക് കാണണം, എൻ്റെ അന്ത്യാഭിലാഷമാണ് എന്ന് അവനോട് പറയുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പുറപ്പെട്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ കഴിയില്ല, കിടക്കാൻ എഴുതാൻ സാധിക്കില്ല. ശബ്ദം വിഷമിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറപ്പെടുവിക്കുന്നത്. അത്തരമൊരു അവസ്ഥയിൽ അദ്ദേഹം വിഷമിച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ രണ്ടുപേരെയും അകറ്റിയവരുടെ ഇന്നവരാണ് എന്ന കാര്യം പേരെടുത്ത് ശ്രീമാൻ കെ കരുണാകരൻ വിളിച്ചു കൂടിയ കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇബ്രാഹിം കുട്ടി കല്ലാർ ഡിഎസ്സിയുടെ നേതാവാണ്, പ്രിയപ്പെട്ട പ്രവീണിന്റെ കൂട്ടുകാരനാണ്. അതുപോലെ തന്നെ പിൽക്കാലത്ത് പ്രവീണിനും ഈ കാര്യം അറിയാം. ആരാണ് ലീഡർ ചതിച്ചു പോയെന്ന കാര്യം, എന്നെയും ലീഡറെയും രണ്ട് ക്യാമ്പുകളിലേക്ക് അയച്ചത് ആരാണ് എന്ന കാര്യം ലീഡർ കൃത്യമായിട്ടും ബോധിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് എൻ്റെ മാന്യത കൊണ്ട് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. അതൊരു അടഞ്ഞ അധ്യായമായി മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് നന്ദികേട് എന്നെപ്പോലുള്ള ആളുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ സഹായവും നന്ദിയും ചെയ്തിട്ടുണ്ടോ അവരൊക്കെ തിരിഞ്ഞു കുത്തുകയും അതുപോലെ തന്നെ പുറത്തുനിന്ന് കുത്താനുള്ള ശ്രമം നടത്തിയതായിട്ടാണ് എൻ്റെ അനുഭവം എന്ന് ഞാൻ പറയട്ടെ. അധികാരവും പദവിയുമുണ്ടെങ്കിൽ അവസര സേവകന്മാരുടെ ഒരു വൻ പടതം ഉണ്ടാക്കുമെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ആ പടയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അധികാരം നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളൊക്കെ അവസരമാക്കുമ്പോൾ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ജീവിതത്തിന്റെ അവസ്ഥാന്തരം. അത് മനസ്സിലാക്കിയാൽ നന്ദി എന്ന് മാത്രമേ ഈ വേദിയിലിരിക്കുന്ന മഹാന്മാരായ നേതാക്കളോട് എനിക്ക് പറയാനുള്ളൂ എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട ലീഡർ ജീവിതം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ എക്കാലവും വായിച്ചു പഠിക്കാനുള്ള ഒരു പാഠമാണ്. അദ്ദേഹത്തിന് അണയാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ കക്ഷിയെയും വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്ന് ഈ ദുർഭരണം ചെയ്ത എല്ലാ വീഴ്ചകളെയും പരിഹരിക്കാൻ വേണ്ടിയ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം.
അതിനുണ്ട് ഐക്യത്തോടും കെട്ടുറപ്പോടും കൂടി എന്തെന്നില്ലാത്ത ഏകതാബോധത്തോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. നമുക്ക് വിജയിച്ചുകൊണ്ട് ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് തന്നെ വിജയിക്കുന്ന നമ്മുടെ MLA-മാർക്ക് സ്വീകരണം കൊടുക്കാൻ അവസരം ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ലീഡർ കരുണാകരന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ ആദരവ് അർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.